പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ആട്ടിൻപറ്റങ്ങളെക്കുറിച്ച്, ആട്ടിടയന്മാരെക്കുറിച്ചുമുള്ള കുറച്ച് ദൃശ്യങ്ങൾ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ശ്രീനഗറിൽ നിന്നും ഗുൽമർഗിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാൻ ആദ്യമായി ആട്ടിൻപറ്റങ്ങളെ കാണുന്നത്. മലഞ്ചെരുവിലൂടെ വളരെ സാവധാനം ഒരു സിനിമാറ്റിക് വിഷ്വൽ എന്ന പോലെ സ്ലോ മോഷനിൽ ഈ ആടുകൾ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ വളരെ അങ്ങേയറ്റം മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആ ദൃശ്യങ്ങൾ പകർത്തി പിന്നീടുള്ള എൻ്റെ യാത്രയിലെ പല ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലായി ഞാൻ ഈ ആട്ടിൻപറ്റങ്ങളെ കാണുകയും വിവിധ തരത്തിലുള്ള ആട്ടിടയന്മാരും പല സിറ്റുവേഷനിലും എനിക്ക് അവരെ കാണാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ആശയം തോന്നിയത്, ഈ ദൃശ്യങ്ങൾ മാത്രം പകർത്തി ഒരു ചെറു വിവരണത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ആട്ടിൻകൂട്ടങ്ങളുടെ കഥ പറയാൻ എനിക്ക് താല്പര്യം തോന്നിയത്. നിങ്ങളിത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാശ്മീരിൻ്റെ മനോഹരമായ മലനിരകളിലൂടെയുള്ള യാത്രയിൽ കുന്നിൻ ചെരുവുകളിലും പുഴവക്കുകളിലുമായി തലകുനിച്ച് പുല്ലുകൾ മേഞ്ഞ് നടക്കുന്ന ആട്ടിൻപറ്റങ്ങളെ കാണുന്നത് ഏതൊരു സഞ്ചാരിക്കും ഹൃദയഹാരിയായ കാഴ്ചയാണ്. പല കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് കാഫില എന്നറിയപ്പെടുന്ന വലിയൊരു സംഘമായിട്ടാണ് ഈ ആട്ടിടയ സംഘങ്ങൾ സഞ്ചരിക്കുന്നത്. പ്രകൃതിയോടിണങ്ങി ഒരു താളത്തിലോടുന്ന ഇവരുടെ ജീവിതം ശരിക്കും ഒരു നാടോടിക്കഥ പോലെ തന്നെയാണ്. ഇവരുടെ സഞ്ചാരം കാലത്തിനനുസരിച്ചാണ്. വേനൽക്കാലത്ത് ഉയർന്ന മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ മലമുകളിലേക്ക് നീങ്ങുമ്പോൾ മഞ്ഞുകാലത്ത് താഴ്വാരങ്ങളിലെ ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് താവളം മാറ്റുന്നു. സാധാരണയായി ഈ ആടുകൾക്ക് 1-2 വയസ്സാകുമ്പോഴാണ് ഇവയെ വിൽപ്പനയ്ക്കായി ഒരുക്കുന്നത്. വിശേഷിച്ചും ബലിപെരുന്നാൾ പോലെയുള്ള സമയങ്ങളിൽ ഇവയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാവാറുണ്ട്. ഈ ആടുകൾ പ്രധാനമായും മാംസത്തിനായാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ അവയിൽ നിന്ന് ലഭിക്കുന്ന രോമം കമ്പിളി നിർമ്മാണത്തിനും പാൽ അവരുടെ സ്വന്തം ഉപയോഗത്തിനും അവരുപയോഗിക്കാറുണ്ട്. ഇവരുടെ കൃഷി പരമ്പരാഗതമായ ഒരു വരുമാന മാർഗമാണെങ്കിലും അത് വളരെയേറെ കഠിനാധ്വാനം നിറഞ്ഞതാണ്. വിപണിയിലെ വിലവ്യതിയാനങ്ങളും കാലാവസ്ഥയിലെ മാറ്റങ്ങളും അവരുടെ ലാഭത്തെ വല്ലാതെ ബാധിക്കാറുണ്ട്. യാത്രയിലുടനീളം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ടെൻറ്റുകളിലാണ് ഇവരുടെ വാസം. അല്ലെങ്കിൽ വാസയോഗ്യമായ ഏതെങ്കിലും ഗുഹകളോ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടാകാത്ത സ്ഥലങ്ങളോ ആണ് ഇവർ താമസത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ കാഴ്ചയും